വയനാട് വിഷൻ ചാനലിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി നാട്ടുപോരാട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം CPIM ജില്ലാ സെക്രട്ടറി ഗഗാറിൻ ഉണ്ട്. അദ്ദേഹവുമായി നമുക്ക് സംവദിക്കാം. വയനാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഗഗാറിൻ. അദ്ദേഹത്തോട് നമുക്ക് രാഷ്ട്രീയം പറയാം, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചർച്ച ചെയ്യാം. ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. മാസ്ക് ഉപേക്ഷിക്കുകയാണ് ഞങ്ങൾ. ശാരീരിക അകലം പാലിച്ചുകൊണ്ട് അഭിമുഖം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജനാധിപത്യത്തിലെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് ഒരു പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് നമ്മളുടെ മുന്നിലെത്തി നിൽക്കുന്നു. വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, ഏറ്റവും ഉയർന്ന നേതാവാണ് താങ്കൾ. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഉന്നയിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച്, CPIMനെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പെങ്കിലും CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഈ ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലുമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്ക് കേവലം ഒരു വാർഡിൻ്റെയോ അല്ലെങ്കിൽ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെയോ മാത്രം ആസ്പദമാക്കി നടത്തുന്ന ഒരു പോരാട്ടമല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനെ മാത്രം ആസ്പദമാക്കിയല്ല, ചിലർ അങ്ങനെ ആക്കാനാണ് ശ്രമിക്കാറ്. കാരണം പൊതുവായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ചർച്ച ചെയ്താൽ അവർക്ക് പരാജയം ഉണ്ടാകും എന്നവർക്കറിയാം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വർഗീയവൽക്കരണം. അതിൽ വളരെ കൃത്യമാണ് ലക്ഷ്യം. കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണ്ടല്ലോ. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, രാജ്യത്തിലെ ജനാധിപത്യ അവകാശങ്ങൾ, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജനാധിപത്യ അവകാശങ്ങളെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതായാൽ പിന്നെ നമ്മുടെ രാജ്യം ഉണ്ടാവില്ല, ഇന്നത്തെ രാജ്യം ഉണ്ടാവില്ല. മതേതരത്വം ഇല്ലാതാവുക, ജനാധിപത്യം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഓരോ പൗരനും നാം ഇന്ത്യക്കാർ എന്ന് പറയുന്ന ആ സങ്കല്പം പോലും ഇല്ലാതാവും. ഇത് രണ്ടും ഇല്ലാതായാൽ. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ സംസ്ഥാനങ്ങളുടെ അധികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ ഫെഡറൽ അധികാരങ്ങളുണ്ട്. നമ്മുടെ പല ഭരണഘടന തന്നെ നമ്മുടെ വിഷയങ്ങളെ പോലും ലിസ്റ്റ് ചെയ്തിട്ട് എത്ര കൃത്യമായിട്ടാണ് ലിസ്റ്റ് ചെയ്ത് നോക്കുക വിഷയങ്ങളെ. അങ്ങനെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത്, കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ളത്, രണ്ടിനും കൂടി അധികാരമുള്ള കാര്യങ്ങൾ, കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് തന്നെ. കേരളം, തമിഴ്, വ്യത്യസ്തതകളുണ്ടല്ലോ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ളൊരു രാജ്യത്തിലെ ജനതയെ ഒരു ദേശീയ ബോധത്തോടു കൂടി ഒന്നിച്ചു നിർത്തുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഇതെല്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, GSTയോടുകൂടി തന്നെ ഈ സ്റ്റേറ്റിൻ്റെ അധികാരത്തിൽ സമ്പൂർണ്ണമായി കൈകടത്തുന്ന കേന്ദ്രത്തിൻ്റെ ഇടപെടലാണ് ശരിക്കും വന്നിട്ടുള്ളത്. GSTയോടുകൂടി കാരണം ടാക്സ് നിർണ്ണയം, ടാക്സ് പിരിവ്, ഇതിലുള്ള സ്റ്റേറ്റിൻ്റെ അധികാരം നഷ്ടപ്പെടുകയാണ്, അറിയാതെ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വന്ന വിദ്യാഭ്യാസ നയം പരിശോധിച്ചാൽ നമുക്കത് വീണ്ടും കാണാം. വിദ്യാഭ്യാസ നയത്തിലും ഈ നമ്മുടെ ഫെഡറൽ സ്വഭാവത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി ഈ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെടുന്ന വിദ്യാഭ്യാസത്തിലെ സ്റ്റേറ്റിൻ്റെ അതാത് സംസ്ഥാനങ്ങളുടെ അധികാരത്തെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസ നയത്തിൽ വന്നത്. ഒരു ഭാഗം അത്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഈ ഭാഗം മാറുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാമ്പത്തിക നയങ്ങളെ പരിശോധിച്ചാൽ 90കളിൽ ആരംഭിച്ച ആഗോളവൽക്കരണ നയത്തിനെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു നയം സമ്പൂർണ്ണമായി നടപ്പായിക്കൊണ്ടിരിക്കുക അവിടെ. അല്ല, ഞാനപ്പോൾ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ പറയുന്ന 3 വിഷയങ്ങൾ, ഈ പറയുന്ന ഫെഡറൽ സ്വഭാവത്തിൻ്റെ ലംഘനം, പിന്നെ വിദ്യാഭ്യാസ നയങ്ങൾ, പിന്നെ GST, പക്ഷേ ഇതിലൊക്കെ നമ്മുടെ ഈ CPIM എന്നുള്ള നിലയിൽ ആ പാർട്ടിക്ക് കൃത്യമായ നിലപാടെടുക്കുന്നതിൽ പലപ്പോഴും വീഴ്ച പറ്റിയിട്ടില്ലേ?
അല്ല, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ നിലപാടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അല്ല, GSTയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിലെ ധനമന്ത്രി ഒരു ഘട്ടത്തിൽ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. അല്ല ധനമന്ത്രി പിന്തുണയ്ക്കുന്നത് ധനമന്ത്രി എന്ന നിലക്ക്, അത് അവിടെയാണ് പ്രശ്നം. നമ്മൾ ധനമന്ത്രിയെ കേവലം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി മാത്രം കാണരുത്. ഒരു ധനമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം ആദ്യം ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണത്തെ പിന്നീട് പാർട്ടി അത് സംബന്ധിച്ച് വിശകലനം നടത്തിയപ്പോൾ ധനമന്ത്രി ആ വഴിക്ക് ആ രീതിയിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ നോട്ടത്തിൽ വലിയ പ്രതീക്ഷ, സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാനം കിട്ടും, കേന്ദ്രം ഒന്നിച്ച് പിരിച്ച് സംസ്ഥാനങ്ങളുടെ വീതം തരും എന്നെല്ലാം ധരിച്ചതാണ്. പക്ഷേ അനുഭവത്തിൽ അതുണ്ടായിട്ടില്ല. അപ്പോൾ ധനമന്ത്രി ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് ധനമന്ത്രി ഇവരുടെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ അത് ശരിയാണെന്നുള്ള ധാരണയിൽ മാത്രം നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. ഇപ്പോൾ ഈ ദേശീയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ദേശീയ കാര്യങ്ങളും അതായത് ഇപ്പോൾ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് നമ്മൾ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ സ്റ്റേറ്റിൻ്റെ വിഷയങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നേരിടുന്ന വേറെ കുറേ പ്രശ്നങ്ങൾ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് അതിനെ ജനങ്ങളുടെ മുന്നിൽ സമീപിക്കാൻ പറ്റും? വളരെ സിമ്പിളായിട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോൾ 2000 മുതൽ 5500 വരെ സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്ന ആളുകൾ ഓരോ പഞ്ചായത്തിലുണ്ട്, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും. ഇപ്പോൾ ചില പഞ്ചായത്തിൽ, പനമരം പോലുള്ള വലിയ പഞ്ചായത്തിൽ 5500-ലധികം ആളുകളാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്ന ആളുകൾ മാത്രം ഒരു പഞ്ചായത്തിൽ. എന്ന് പറഞ്ഞാൽ 5500 വീടുകളിൽ, ഏകദേശം 5000-ലധികം വീടുകളിൽ നേരിട്ട് സ്വന്തം ജീവിതത്തിൽ, ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ സ്വന്തം ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. 600 രൂപ ഉണ്ടായിരുന്ന 1400 രൂപയായി എന്നുള്ളത്. ഞങ്ങളത് പരിശോധിച്ചിട്ട് ഞങ്ങൾ കുറേ ആളുകളെ, അത്തരം ആളുകളെ തന്നെ കണ്ടു. അത്തരം ആളുകളെ കണ്ടപ്പോൾ നാളിതുവരെ, ജീവിതത്തിൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാൻ മാറി നിന്ന, പ്രത്യേകിച്ച് പ്രായം ചെന്നവർ, പ്രത്യേകിച്ച് വാർദ്ധക്യകാല പെൻഷനൊക്കെ പറ്റുന്നവർ, അത്തരം ആളുകൾ പലരും പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു മാസം ശമ്പളം കിട്ടുന്നത് പോലെ ഇത്തരം ഒരു കാര്യം ഇത്ര വർധനവോടുകൂടി ഞങ്ങൾക്ക് ലഭിക്കുന്ന അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ആണോ? കൃത്യമായിട്ട് ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് കോവിഡിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഒരു വരുമാനം ഇല്ലാതായി പോയ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അത്ര ആളുകളുടെ ജീവിതത്തിലേക്ക് എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് നോക്കി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല. പട്ടിണിയിലേക്ക് ഒരു മനുഷ്യനും പോകരുത് എന്ന് കൃത്യമായി കണക്കാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഒരു ഇടപെടലാണ് വന്നിട്ടുള്ളത് കൃത്യമായിട്ട്. അതും കുടിശ്ശികയൊക്കെ തീർത്ത് കൊടുത്ത് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരിടപെടൽ മാത്രം, അത് ഒറ്റ ഇടപെടൽ. ആ ഇടപെടലിലൂടെ തന്നെ കേരളത്തിലെ 57 ലക്ഷം ആളുകളാണ്, 1-2 ആളല്ല, കേരള ജനസംഖ്യയുടെ ആകെ ജനസംഖ്യയുടെ 6-1 ഈ ഗവൺമെൻറ് നേരിട്ടുള്ള ഇടപെടലിന് അവരുടെ ജീവിതത്തിൽ അത് അവർക്ക് ബാധകമാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ളത്. 57 ലക്ഷം ആളുകൾ. ലൈഫ് പദ്ധതി ഒരു അഴിമതി പദ്ധതിയാണെന്ന് വരുത്താനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് നാട്ടിൽ. അനിൽ അക്കരെ എന്ന് പറയുന്ന MLA ഒരു പരാതി കൊടുത്തപ്പോഴേക്ക് CBI ഒക്കെ ഒന്ന് അന്വേഷിച്ച് ഉണ്ട്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പരാതി കൊടുത്ത് അത് ചർച്ച ചെയ്ത് അത് വാർത്ത വന്നു, അതല്ല. ഇവിടെ നാട്ടിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് അതിൻ്റെ കണക്കുണ്ട്. ഓരോ പഞ്ചായത്തിലും ഈ പഞ്ചായത്തുകളിൽ ലൈഫ് പദ്ധതിയിൽ മുമ്പൊക്കെ ചെയ്യൽ നമ്മൾ വീട് കൊടുക്കൽ മാത്രമാണ്, പുതിയ വീട്. പക്ഷേ ലൈഫ് പദ്ധതിയിൽ ഇവിടെ ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നേരത്തെ പൂർത്തീകരിക്കാതെ കിടന്നിരുന്ന വീടുകൾ പൂർത്തീകരിക്കുന്ന പ്രവർത്തനം കൂടി നടത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ അതിലേക്ക് വന്നു, ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് വന്നു. പുതിയ രാഷ്ട്രീയ സംഭവ വികാസികളാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലൈഫിൻ്റെ പദ്ധതിയിൽ ഒരു അഴിമതി ആരോപിക്കപ്പെടുകയാണ്. ആ പദ്ധതി തുറങ്കം വെക്കുക എന്നുള്ളത് അല്ല, അതിലൊരു യാഥാർത്ഥ്യമല്ല. ഈ അഴിമതി ആരോപിക്കുക, ഇപ്പോൾ വയനാട്ടിൽ നമുക്ക് നേരിട്ട് അനുഭവം ഉണ്ടല്ലോ. ഈ പുത്തുമല ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലുണ്ടായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി മാതൃഭൂമി അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഒരു ഭൂമി വാങ്ങിയത്. മാതൃഭൂമി വാങ്ങി ഗവൺമെൻറ് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ വാങ്ങി ഗവൺമെൻറ് ഏൽപ്പിക്കുന്ന ഭൂമിയിലെ ഈ പ്രക്രിയയിൽ ഭൂമി വാങ്ങുമ്പോൾ അതിന് ഇടനിലക്കാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം ഗവൺമെൻറ്റില്ല.
അവരാരെയും കമ്മീഷൻ പറ്റിയോ നോക്കേണ്ട കാര്യം ഗവൺമെന്റ്. അവിടെ വേറൊരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ലൈഫ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ പോലീസ് സംവിധാനമായ വിജിലൻസിന്റെ കേസ് അന്വേഷിക്കുന്നുണ്ട്. അതില് ഇപ്പൊ ഈ പറയുന്ന അഴിമതി ഉണ്ടെന്ന് വ്യക്തമായില്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഏജൻസി പറഞ്ഞൊരു സംഭവം അങ്ങനെയല്ല അതിൽ അഴിമതി ഉണ്ടെന്ന് വ്യക്തമാവല്ലേ ചെയ്തത്. അതിൽ ഗവൺമെന്റിന് എന്തെങ്കിലും പങ്ക് അക്കാര്യത്തിൽ ഇല്ല. അത് ആ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് ഒരു കൃത്യമായ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് തന്നെ രൂപം നൽകുന്നത് ഒരു പുതിയ വിഷനായിരുന്നു സത്യത്തിൽ. കാരണം ആ വിഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാകെ വീട് നൽകുന്നതിന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ കഴിവുകൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് സഹായിക്കാൻ സന്മനസ്സുള്ള ആരുടെയും സഹായം സ്വീകരിക്കുന്ന, അതുകൊണ്ടാണ് അത് മിഷനാക്കിയത്. അല്ലെങ്കിൽ ഈ വിഷൻ്റെ ഭാഗമായിട്ട് ഒരു മിഷൻ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് പണ്ട് നടത്തിയ പോലെ തന്നെ നടത്തിയാൽ പോരെ. ഞാൻ പറഞ്ഞ കിഫ്ബിക്കെതിരായിട്ടും ഇതേപോലത്തെ ഒരു ആരോപണം വന്നിരിക്കുന്നു. ഇതൊക്കെ സംശയത്തിന്റെ ഒരു നേരിലല്ലേ ഇത്? അല്ല, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആകെ അങ്കലപ്പിലാണ് പ്രതിപക്ഷം ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പം ഞങ്ങൾ അനുഭവമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ കാണാം വൈത്തിരി ടൗണിൽ എത്ര കാലമായി നമ്മൾ നേരത്തെ ഒരു ശ്രമം നടത്തി, ഒരു ഡെവലപ്മെൻറ്റ് ശ്രമിച്ചു, പകുതി കഴിഞ്ഞു. പിന്നെ ഈ ഫണ്ടിൻ്റെ അപര്യാപ്തത നമ്മളെ ബാധിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഡെവലപ്പ് വരികയാണ് കൽപ്പറ്റ ടൗണ്. 40 വർഷമായി ജില്ല രൂപീകരിച്ചിട്ട്, 40 വർഷം. ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ പോലും ഒരു മനുഷ്യന് നടക്കാനുള്ള ഫുട്പാത്ത് ഉണ്ടാവുന്നില്ല. അത് കിഫ്ബിയുടെ ഫണ്ടല്ല, ടൗണിൽ നടക്കുന്ന കിഫ്ബി ഫണ്ടല്ല. പക്ഷെ നമ്മുടെ വയനാട് ജില്ലക്കകത്ത് തന്നെയുള്ള റോഡുകളുടെ വികസനം, വയനാട് ജില്ലയിലുള്ള വിദ്യാലയങ്ങളുടെ വികസനം, സർക്കാർ വിദ്യാലയങ്ങൾ. ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ് വൈത്തിരി ഗവൺമെൻറ് സ്കൂൾ. എനിക്ക് നേരിട്ട് അനുഭവമുള്ള, ഞാൻ അവിടെ പോയി കഴിഞ്ഞ ദിവസം. ഇടയ്ക്ക് ഞാൻ പണ്ട് സ്ഥിരം പോയിക്കൊണ്ടിരുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് പോകും. പഠിച്ച സ്കൂളും നാട്ടിലെ സ്കൂൾ എന്നുള്ളതിലൊക്കെ അതിനെന്ത് സംഭവിക്കുന്നത് ഞാൻ സ്ഥിരം നോക്കുന്ന ഒരാളാണ്. ആ സ്കൂളിൽ ഞാൻ പോയപ്പോൾ കണ്ട അത്ഭുതം എന്ന് പറയുന്നത് അതൊരു ശരിക്കും ഒരു അത്ഭുതമാണ്. മുമ്പ് ഒരു നല്ല ബ്ലാക്ക് ബോർഡ് പോലും ഇല്ലാതെ തുടങ്ങിയൊരു സ്കൂളാണ്. നല്ല ബെഞ്ചുകൾ ഉണ്ടാവില്ല. +2 ഇവിടെ വൈത്തിരിയിൽ ഗവൺമെൻറ് അനുവദിച്ചിട്ട് അതിന് ആരംഭിക്കാൻ വേണ്ടി അതിൻ്റെ ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കാൻ പൈസ പിരിച്ച ആളാണ് ഞാൻ. ആ സ്ഥാനത്ത് ഇന്ന് ആ വിദ്യാലയത്തിൽ പോയാൽ ഓരോ ക്ലാസ് റൂമുകളും ഹൈടെക് ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ബോർഡുകൾ, കമ്പ്യൂട്ടർ, കുട്ടികൾക്ക് ആധുനികമായി വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ ഈ ഭരണത്തിൻ്റെ നേട്ടങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ എതിരായിട്ടുള്ള നമ്മളുടെ ഫിലോസഫിക്കലായിട്ടുള്ള സംഭവങ്ങളും കൊണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, അതിനെ നേരിടാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളതിനെ നേരിടുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ പ്രചരണപരമായി ഞങ്ങളെ രാജ്യത്തുള്ള മാധ്യമങ്ങൾ മഹാഭൂരിപക്ഷവും സഹായിക്കില്ല. അപ്പോൾ രാജ്യത്തെ മാധ്യമങ്ങൾ മഹാഭൂരിപക്ഷവും ഞങ്ങളെ സഹായിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സംഘടനാ സംവിധാനത്തിലൂടെയാണ് താഴേക്ക് പോകുന്നത് ജനങ്ങൾക്കിടയിലേക്ക്. ഇന്ന് ഞങ്ങളുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഞങ്ങളൊരു സമരം നടത്തിയിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ. ആ സമരം അതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ വയനാട് ജില്ലയിൽ തന്നെ ആ സമരത്തിൽ 25,000 വീടുകളിൽ ആ സമരം വയനാട്ടിൽ നടന്നു. ഈ ജില്ലക്കകത്ത് ഞങ്ങളുടെ സംസ്ഥാനത്തെ മറ്റ് പല ജില്ലകളെ അപേക്ഷിച്ച് ചെറിയ ജില്ല, സംഘടനാശേഷി നോക്കിയാലും മറ്റ് പല ജില്ലയെ അപേക്ഷിച്ച്. പക്ഷേ ഈ ജില്ലക്കകത്ത് CPM ഒറ്റക്ക് നടത്തിയ ഒരു സമരത്തിൽ വയനാട്ടിലെ 25,000 വീടുകളിൽ പാർട്ടി പതാകയും പാർട്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളുടെ ബോർഡെല്ലാം വെച്ച് 25,000 വീടുകളിൽ വയനാട്ടിൽ ആ സമരം നടന്നു. 25,000 വീടുകൾ എന്ന് പറയുന്നത് 25,000 വീടുകളിൽ 1,00,000-ലധികം ആളുകളാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. അതായത് കുട്ടികൾ ഉൾപ്പെടെ, മുതിർന്നവരുൾപ്പെടെ, അതായത് ആബാലവൃദ്ധം എന്ന് പറയാം. ഒരു BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം വീടുകളെ വേദിയാക്കി മാറ്റിയപ്പോൾ അങ്ങനെ 25,000 വീടുകളിൽ ഈ സംവിധാനം ഒരു ദിവസം ഒരേ സമയത്ത് നടത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട് കൃത്യമായിട്ട്. അതിലൂടെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഏറ്റവും താഴെ തലത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ ഞങ്ങൾക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിൽ ഈ ദേശാഭിമാനി, ഇപ്പോൾ ഞങ്ങളുടെ പത്രമാണല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള സ്പെഷ്യൽ പത്രമായിട്ട് വീടുകളിൽ കൊടുക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തി. പൈസ വാങ്ങിയിട്ടാണ് ആളുകളിൽ നിന്ന് പത്രത്തിൻ്റെ പൈസ വാങ്ങി ഒരു മാസക്കാലത്തേക്ക് ഇടുന്നുണ്ട്. 20,000 പത്രം ഇന്ന് വയനാട് ജില്ലയിൽ ഏറ്റവും 20,000 ദേശാഭിമാനി കഴിഞ്ഞ 13-ാം തീയതി മുതൽ വയനാട്ടിൽ ഇടുന്നുണ്ട്. പാർട്ടി യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ അവകാശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ നിരന്തരമായ ക്ലാഷ് ഉണ്ടാകുന്നത്. അല്ലല്ല, മാധ്യമങ്ങൾക്ക് താല്പര്യങ്ങളുണ്ട്.
മാധ്യമങ്ങളുടെ താല്പര്യം മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ താല്പര്യങ്ങളല്ല. അല്ല, മാധ്യമങ്ങളുടെ ഉടമകൾക്ക് താല്പര്യം. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളുടെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങളുടെ ചാനലുകളിലോ പത്രങ്ങളിലോ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ പോലും ഇടാൻ കഴിയില്ല. അതുപോലെയാണ് കേന്ദ്ര ഗവൺമെൻറ് പത്ര മാധ്യമങ്ങളെ, ദൃശ്യമാധ്യമങ്ങളുടെയും സ്ഥാപനങ്ങളെ വരുതിക്ക് നിർത്തും. ഇപ്പോൾ കേരളത്തിലെ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ തന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങളെ മുഴുവൻ വരുതിക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. വയനാട്ടിലെ കുറേ പ്രശ്നങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്, ഒരുപാട് വിഷയങ്ങളുണ്ട് വയനാട് വരുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന് തന്നെ, സംസ്ഥാന ഗവൺമെന്റിന് തന്നെ കീറാമുട്ടിയായിട്ടുള്ള ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. അതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? മെഡിക്കൽ കോളേജ് വീഴ്ച തന്നെയല്ലേ ശരിക്കും? അല്ല, മെഡിക്കൽ കോളേജിന് കുറേ സാങ്കേതിക പ്രശ്നങ്ങളാണ് വന്നത്. പ്രത്യേകിച്ച് വയനാടാകുമ്പോൾ വയനാട്ടിൽ മറ്റ് ജില്ലകൾക്ക് എന്ന് അപേക്ഷിച്ച് വയനാടിന് ഒട്ടേറെ പ്രശ്നം. വയനാട്ടിൽ നമുക്കറിയാലോ, വയനാട്ടിൽ ഈ നമ്മുടെ വയനാടിൻ്റെ താഴെ ഒട്ടേറെ കോറി പ്രവർത്തിക്കുന്നുണ്ട്. വയനാട്ടിൽ വളരെ അപൂർവമല്ലേ ഉള്ളൂ, എല്ലാം നിന്നുപോയില്ല. നൂറുകണക്കിന് കോറി പ്രവർത്തിച്ച ജില്ല. എന്തുകൊണ്ടാണ്? വയനാടിൻ്റെ സവിശേഷത കൊണ്ടാണ്. വയനാട് ആ സവിശേഷത കൊണ്ട് തന്നെയാണ് വയനാട്ടിൽ മെഡിക്കൽ കോളേജിന് വേണ്ടി കണ്ടെത്തിയ ഭൂമിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ താമസിച്ചു പോയതാണത്. ശരിക്കും പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ഫണ്ടടക്കം സർക്കാർ പാസ്സാക്കി പ്രവർത്തനം ആരംഭിക്കാൻ നിൽക്കുമ്പോഴാണ് അതിൽ ഈ ഒരു പുതിയ പ്രശ്നം വന്നത്. ഈ ഒരു വിശദീകരണം കൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയും? ഇല്ല, ഞങ്ങൾക്ക് അത് വേണ്ട. ഞങ്ങൾ മെഡിക്കൽ കോളേജ് വിംസ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോയി. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി അധ്യക്ഷനാക്കിയ ഒരു കമ്മിറ്റി അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളടക്കം നിർണ്ണയിക്കാൻ ഗവൺമെൻറ് ഉത്തരവിറക്കി കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള നടപടിയിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാവും. അതിനുള്ള എല്ലാ നടപടികളും ആയിട്ടുണ്ട്, എല്ലാ നടപടികളും. ഇനി അതിൻ്റെ ഈ എത്ര പണം നിർണ്ണയിക്കണമല്ലോ കൃത്യമായിട്ട്. അത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി തന്നെ നിർണ്ണയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ നടപടികളിലേക്ക് പോവാണ് ഗവൺമെൻറ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്നു, നമ്മുടെ കാൻഡിഡേറ്റുകളെ നിശ്ചയിച്ചു കഴിഞ്ഞോ? എന്താണ് സ്ഥിതി അതിൻ്റെ? നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായി. ജില്ലക്കകത്ത് 23 ഗ്രാമപഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റി, എല്ലാ സ്ഥലത്തും LDFൻ്റെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും നിർണ്ണയിച്ചു കഴിഞ്ഞു. വിമത പ്രശ്നമൊന്നുമില്ലേ? 4 ബ്ലോക്ക് പഞ്ചായത്ത് പൂർണ്ണമായി സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെത് പൂർത്തീകരിച്ചു. ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ അന്തിമമായി പ്രഖ്യാപിച്ചിട്ടില്ല. ബാക്കി എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായി. വിമത പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാൾ, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്, ആരെങ്കിലും ഒരാൾ ഞാനാണ് മത്സരിക്കാൻ യോഗ്യൻ, ഞാനാണ് ഈ മത്സരത്തിൽ ഇവിടെ ജയിക്കാൻ പറ്റിയ ആൾ എന്ന് സ്വയം നിർണ്ണയിക്കുന്ന ഒരാളെയും സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് തീരുമാനിച്ച പാർട്ടിയാണ് ഞങ്ങൾ. അവിടെ CPM-നെ സംബന്ധിച്ച് ഈ ജില്ലയിൽ അങ്ങനെ കാര്യമായ ഒരു പ്രശ്നമില്ല. 1-2 സ്ഥലത്ത് ഇങ്ങനെ ചെറിയ ആളുകൾ ഇങ്ങനെ ആ ആൾ പോരാ, അത് ആൾ പോരാ എന്നുള്ള പ്രശ്നമാണ്. അത് സ്വാഭാവികമായിട്ട് ഈ മുന്നണി ആവുമ്പോൾ 11 പാർട്ടികളുടെ ഞങ്ങൾക്ക് 11 പാർട്ടികളുണ്ടാവുമ്പോൾ ആ 11 പാർട്ടികൾക്കും ചിലപ്പോൾ സ്ഥാനാർത്ഥികളെ നൽകുന്ന സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ചിലപ്പോൾ ഇതിനു മുമ്പ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമല്ലാത്ത ഒരാളെ മുന്നണിയിലെ ഒരു ഘടകകക്ഷി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്ത് ചില അസ്വാരസ്യങ്ങളുണ്ടാവും. അതെല്ലാം ഏതാണ്ട് 99% പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരേ ആളുകൾ പലയിടങ്ങളിലും വന്നിട്ടുള്ളൊരു ആരോപണം എന്ന് പറയുന്നത്, പ്രാദേശികമായി വന്നിട്ടുള്ളൊരു ആരോപണം എന്ന് പറയുന്നത് പാർട്ടിക്കെതിരെ പോലും പിന്നെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നില്ല, ഒരേ ആളുകൾ തന്നെ നിരന്തരം മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഇപ്പോൾ ലീഗ് പോലും ഇപ്പോൾ 3 തവണയിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്നു. പാർട്ടി എടുത്തിട്ടുണ്ട്. പാർട്ടി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. 2 തവണയിലധികം മത്സരിച്ച ആളുകൾ മത്സരിക്കേണ്ടതില്ല. ഏതെങ്കിലും ആളുകൾക്ക് പ്രത്യേകം മത്സരിക്കണമെങ്കിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിലേ മത്സരിക്കൂ. അത് ഞങ്ങളെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ജയിക്കുന്നതിന്, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റും BJP-യും നമ്മുടെ കോർപ്പറേറ്റ് ശക്തികളും എല്ലാം ഒന്നിച്ചേർന്നുകൊണ്ട്, വലതുപക്ഷങ്ങൾ ഒന്നിച്ചേർന്ന് ഞങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് ജയിച്ചേ തീരൂ. അങ്ങനെ ജയിക്കാൻ ഒരു സീറ്റിൽ ഞങ്ങളുടെ അയാൾ 3 തവണ ചിലപ്പോൾ നിന്നതായിരിക്കാം, അയാൾ മത്സരിച്ചാലേ അവിടെ ജയിക്കൂ എന്ന് ഉണ്ടെങ്കിൽ അയാൾക്ക് അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് പുതിയൊരാൾക്ക് വരുന്നതിനുള്ള അവസരം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും മത്സരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളത്. അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ കൊണ്ടുവന്ന ആളുകളായിരുന്നല്ലോ നമ്മുടെ അബ്ദുള്ള കുട്ടിയൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ.
അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ആളാണ് AK ബാലൻ. നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കും മത്സരിച്ച ആളാണ് AK ബാലൻ. കേരളത്തിനൊരു പുതിയ രീതി തന്നെ ശിവരാം അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളാണ്. അത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുപോകുന്ന ആളുകൾ പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പോകുന്നതും കണ്ടു, പാർട്ടിക്ക് അത് ചില ആളുകൾ ഇപ്പോൾ AKG പറഞ്ഞിട്ടുണ്ട്, ഈ പാർലമെൻ്ററി സംവിധാനം എന്ന് പറയുന്നത് ഒരു ചളിക്കുണ്ടാണ്. അവിടെ ചെന്നാൽ ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ലക്ഷ്യവും പിന്നെ പ്രത്യയശാസ്ത്ര ബോധമൊന്നും ഇല്ലാതായാൽ അത്തരം ആളുകൾ നഷ്ടപ്പെടും. അപ്പോൾ ആ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ സംഭവിക്കില്ല. കാരണം ആ ബോധത്തിലേക്ക് പോയ ഒരാളെ നമുക്ക് ശരിയായ വിധത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവർക്ക് അതാണ് ഏറ്റവും വലിയ മായിക ലോകം എന്ന് തോന്നുകയാണ് ചെയ്യുന്നത്. പാർട്ടി വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് പാർട്ടിയിൽ പോലും ഇത് വളരുന്നത്. അല്ല ഞാൻ പറഞ്ഞ പലയിടങ്ങളിലും എനിക്ക് തോന്നുന്നത് പലയിടങ്ങളിലും ഞാൻ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയുള്ള അവസരം നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഉണ്ടായിട്ടുണ്ടെന്നാ തോന്നുന്നു. ഒരു പാർട്ടി എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നം. പാർട്ടി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഴയതുപോലെ പാർട്ടി എന്ന് പറയുന്ന ഒരു ബഹുജന പാർട്ടിയാണല്ലോ. CPM എന്ന് പറയുന്നത് ഒരു ബഹുജന വിപ്ലവ പാർട്ടിയാണ്. അപ്പോൾ അതിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്, വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് പോലും ഇപ്പോൾ CPM-ലേക്ക് എൻ്റെ കൂടെ വന്നു. ഇനി അയാളെ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്, അത് നടത്തണം. അങ്ങനെ എത്തുമ്പോൾ മാത്രമാണ് അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായി മാറുക. വയനാട്ടിൽ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വിഷയമുണ്ട്, പാർട്ടിക്ക് പ്രത്യേകിച്ചും പറയേണ്ടത്. മാവോയിസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന 2 മാവോയിസ്റ്റ് കൊലകൾ നടന്നിട്ടുണ്ട്. ശരിക്കും 2 പേര് വെടിവെച്ച് കൊല്ലപ്പെടുക. ബഹുജന സ്വഭാവം കൂടുതൽ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോഴും മാവോയിസ്റ്റ് പാർട്ടികളെ പോലെയുള്ള ആളുകളെ ഈ ഒരു ധാരയിലേക്ക് എത്തിക്കുന്നതിന് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ നമ്മുടെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ലല്ലോ. അല്ല, മാവോയിസ്റ്റുകളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പിന്നെ കേരളത്തിലെ ഈ ഗവൺമെൻറ് ഒരു പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ കേരളത്തിൽ ആ പാക്കേജ് ഉണ്ടായിരുന്നില്ല. കർണാടകയിലും മറ്റും മാവോയിസ്റ്റുകളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഞങ്ങളെ പാർട്ടിയായി ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഗവൺമെൻറ് അത്തരത്തിലൊരു പാക്കേജ് കൊണ്ടുവന്നത്. ആ പാക്കേജ് ഫലവത്തായി നടപ്പാക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള മാവോയിസ്റ്റുകളിൽ മഹാഭൂരിപക്ഷവും ഈ കേരളക്കാരല്ല. കേരളത്തിൽ നിന്നുള്ള അപൂർവ ആളുകളാണ് ആ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കാളികളാവുന്ന ആളുകളുള്ളത്. അല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്ന ആളുകൾ, അവർക്ക് അവിടെ പിന്നെ കടുത്ത ആക്രമണം നേരിടും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നേരത്തെ ആന്ധ്രയായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് മുതൽ ഏറ്റവും ശക്തമായ കേന്ദ്രം ആന്ധ്രയായിരുന്നു. പക്ഷെ ആ ആന്ധ്രയിൽ ഇന്ന് ആ പ്രസ്ഥാനം ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഓൾറെഡി ഇപ്പം നിലവിലുള്ള ഭരണസമിതികളിൽ ഭൂരിഭാഗവും വയനാട്ടിൽ പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ഇനി ഇത് ആവർത്തിക്കാൻ കഴിയുമോ? എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളുടെ പ്രതീക്ഷ ഈ ജില്ലയിൽ ഈ തവണ ഗ്രാമപഞ്ചായത്തുകളിൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മുനിസിപ്പാലിറ്റികൾ 3 ഇടതുപക്ഷ മുന്നണി തന്നെ ഭരിക്കും. അമിതമായ ആത്മവിശ്വാസമല്ലേ അത്? അല്ല, അമിതമല്ല. ഞങ്ങൾ വളരെ കൃത്യമാണ്. ഞങ്ങൾ ഒരു തരത്തിലും വേറെ ഇതൊന്നും അനാവശ്യ പ്രചരണങ്ങളോ മാധ്യമങ്ങളുടെ പുറകെ ഒന്നുമില്ല. ഞങ്ങൾ വളരെ കൃത്യമായ വർക്കാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് 4 നൂറ്റാണ്ടായി ജില്ലാ പഞ്ചായത്ത് വന്നിട്ട്. ആ ജില്ലാ പഞ്ചായത്തിൽ ഒരു തവണ DIC-യുമായി ചേർന്നുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിൽ ഒരിക്കൽ LDF ഭരണം പങ്കിട്ടത്. ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ ജില്ലക്കകത്ത് വിത്ത് മുതൽ വിപണി വരെ എന്ന് പറയുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ആ വിത്ത് മുതൽ വിപണി വരെ എന്ന് പറയുന്ന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്ക് ഭൂമിയുണ്ട്. ഇപ്പം 1 ഏക്കർ ഭൂമിയുണ്ട്, അല്ലെ 1 ഏക്കർ ഭൂമിയുണ്ട്. ആ ഭൂമിയെ പൂർണ്ണമായും കൃഷിയോഗ്യമാക്കാൻ പറ്റണമെങ്കിൽ ജലസേചന സൗകര്യം ഇല്ലായ്മ വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്നാൽ വെള്ളം നമുക്കുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് അന്തർ സംസ്ഥാന കരാറുകൾ പ്രകാരം നമ്മുടെ ജില്ലക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ജലത്തിൻ്റെ ഏതാണ്ട് 15-16% മാത്രമാണ് ജില്ല ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ഒരു ശരിയായ ആസൂത്രണം എല്ലാ കൃഷിക്കാരനും എല്ലാ ഭൂമിയും വിളവിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും, ഇപ്പോൾ ഒരു തവണ കൃഷി ചെയ്യുന്ന വയലുകളെ 2 തവണ കൃഷി ചെയ്യാൻ ഉപയുക്തമാക്കുന്ന രീതിയിൽ ജലസേചന സൗകര്യം നടക്കും. നമ്മുടെ പച്ചക്കറി ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് വേനൽക്കാലമായാൽ നനയ്ക്കാൻ വെള്ളം കിട്ടില്ല പച്ചക്കറിക്ക്. അപ്പം നമുക്ക് ഇവിടെ വെള്ളമുണ്ട്. ആ വെള്ളത്തെ പ്രത്യേകിച്ച് 2 ഡാമുകളുണ്ട്. ഈ 2 ഡാമുകളെയും ഉപയോഗപ്പെടുത്തി ഈ വെള്ളത്തെ നമ്മുടെ പുഴകളെ ഉപയോഗപ്പെടുത്തി ഈ വെള്ളത്തെ കരാറ് പ്രകാരമുള്ള വെള്ളം തന്നെ വയനാട്ടിൽ ഉപയോഗിച്ചാൽ വയനാട്ടിലെ ഓരോ ഇഞ്ച് ഭൂമിയും കൃഷിക്ക് വേണ്ടി
നനയ്ക്കുന്നതിനുള്ള വെള്ളം നൽകാൻ കഴിയുന്ന പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇതിന് സംയുക്ത പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഇന്നേ വരെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് ഈ തവണ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നാൽ ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് ഒരു കർഷകർ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന അതാണ്. കേന്ദ്രം ചെയ്യേണ്ടത് ഇവിടെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് കൃഷിക്കാരെ സംബന്ധിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയായിട്ട് ഈ ജലസേചന പദ്ധതി ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ സമയം കുറവായതുകൊണ്ട് അവസാനമായി ഒരു ചോദ്യം ചെയ്യണം. ഇപ്പം ഈ കൊറോണയാണ്, നമ്മളുടെ ഈ പറയുന്ന കുറേ പ്രൊസീജിയേഴ്സ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വലിയ ആൾക്കൂട്ടങ്ങൾ നമുക്ക് സംഘടിപ്പിക്കുന്ന വലിയ റാലികൾ പറ്റില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ നിങ്ങളുടെ പ്രചരണത്തിന് വരുന്നതായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? എന്താണ് പ്രചരണത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്? പ്രചരണം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ ഇതില്ലാത്തതുകൊണ്ട് 144 അവസാനിച്ചു. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കും ഞങ്ങൾ എല്ലാ സ്ഥലത്തും. അതെല്ലാ അകലവും പാലിച്ച് കൊച്ചു കൊച്ചു പരിപാടികളിലൂടെയും വീടുകൾ കയറിയുള്ള ക്യാമ്പയിനും, അതിനാണ് ഏറ്റവും പ്രാമുഖ്യം. വീടുകൾ കയറിയുള്ള ക്യാമ്പയിൻ നടത്തും. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചെറിയ ചെറിയ ലഘുലേഖകൾ, മാനിഫെസ്റ്റോ, ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം വീടുകളിൽ എത്തിക്കുന്ന ഏറ്റവും ഫലപ്രദമായൊരു പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തുക. ഈ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇത്തവണ ഇല്ല. സ്റ്റാർ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ എങ്ങനെയാണ് അനുവദിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം നേരത്തെ നമ്മൾ ലോക്സഭയിലൊക്കെ അങ്ങനെ ചെയ്തല്ലോ, വലിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ട്. അങ്ങനെ ഒരു പരിപാടി ക്യാമ്പയിനർ ജില്ലയിൽ ഇപ്പം നിങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ ഈ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് വരുന്നത്? ഞങ്ങൾ ഈ അതിലൊന്നും വലിയ ഇത് കാണിക്കുന്നില്ല. ഇന്നയാള് സ്റ്റാർ നമ്മുടെ ജില്ലയിൽ പാർട്ടീനെ സംബന്ധിച്ച് ശ്രീമതി ടീച്ചർക്കാണ് വയനാട്ടിലെ ചുമതല. ടീച്ചർ ഇവിടെ തന്നെ ഉണ്ടാവും. ജില്ലയിൽ താമസിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ടീച്ചർ 20-ാം തീയതിക്ക് ശേഷം ഇവിടെ വന്ന് താമസിക്കാൻ പോവാണ്. നാട്ടുപോരാട്ടത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പാർട്ടിയുടെ പുതിയ നേതാവുമൊത്ത് വീണ്ടും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.